2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാകും, ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റും എന്ന് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സകല ഇന്ത്യക്കാർക്കും ഒരു വാഗ്ദാനം കൂടി നൽകിയിരിക്കുകയാണ്. 2047 പ്രത്യേകത എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷമാകും. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100ാം വർഷം ഇന്ത്യ വികസിത രാജ്യങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്നാണ് നമ്മുടെ ശ്രീ നരേന്ദ്രമോദി പറയുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ അദ്ദേഹത്തിന് എടുത്തു പറയാനായിട്ട് ഒരു രാമക്ഷേത്രവും ഒരു പട്ടേൽ പ്രതിമയുമല്ലാതെ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ നമ്മളിൽ പലരും ആ സമയത്ത് ജീവനോടെ കാണുമോ എന്ന് പറയാൻ പറ്റില്ല. കാര്യം 23 കൊല്ലം കഴിഞ്ഞുള്ള കാര്യമാണ്. നരേന്ദ്രമോദിക്ക് ഇപ്പോൾ 73 വയസ്സുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന് 96 വയസ്സ് കാണും. അപ്പോൾ 23 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ട് ഒരു വലിയ സംഭവം നമ്മളോട് അദ്ദേഹം പറയുമ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. കാരണം പ്രവൃത്തി ഇല്ലാത്ത ആൾക്കാരാണ് വാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ശ്രീ നരേന്ദ്രമോദി ഒരു തള്ളൽ പ്രധാനമന്ത്രിയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭക്തർക്ക് മനസ്സിലാവില്ല. പക്ഷേ അതൊരു റിയാലിറ്റി ആണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും. അതായത് 2047 ഇന്ത്യ വികസിത രാജ്യമാകുമോ എന്ന് നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ച് അതിൻ്റെ ഉത്തരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ശ്രീ നരേന്ദ്രമോദിയുടെ സ്വഭാവ രീതി എങ്ങനെയുള്ളതാണ്. ഒരു രാജ്യത്തെ വികസിത രാജ്യമെന്ന് വിളിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? താത്വികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനും അവിടെ ജോലി ചെയ്ത് സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ആ രാജ്യം വികസിത രാജ്യമാണ്. അതായത് നല്ല നിലവാരത്തിൽ ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ജീവിക്കാൻ സാധിക്കണം. എന്നാൽ അതിന് ചില മറ്റ് മാനദണ്ഡങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പെർ ക്യാപിറ്റ ഇൻകമാണ്. അതായത് ആളോഹരി വരുമാനം. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ആളോഹരി വരുമാനമാണ് പ്രധാനമായിട്ടും ആ രാജ്യം വികസിതമാണോ എന്നറിയാനായിട്ട് നോക്കുന്നത്. അതുകൂടാതെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അവരുടെ ജീവിത നിലവാരം, മറ്റ് സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം കണക്കിലെടുത്തിട്ട് തന്നെയാണെങ്കിലും ഏറ്റവും പ്രധാനം GDPയും പെർ ക്യാപിറ്റ ഇൻകവുമാണ്. പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ആളോഹരി വരുമാനം കണ്ടെത്തുന്നത് GDPയെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാണ്. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ മൊത്തം ആഭ്യന്തര ഉത്പാദനം അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ ചിലവഴിച്ച തുക എത്ര, അതിൻ്റെ കണക്കെടുത്തിട്ടാണ് GDP ഉണ്ടാക്കുന്നത്. ആ GDP ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഓരോ പൗരനും എത്ര വരുമാനം അല്ലെങ്കിൽ ശരാശരി എത്ര വരുമാനം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചില സാമ്പത്തിക വിദഗ്ധരുടെ കണക്കനുസരിച്ച് ഒരു വർഷം $12,000 മുതൽ $15,000 വരെ, നമ്മൾ രൂപ കണക്കിൽ പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപ മുതൽ 12-12.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഒരു രാജ്യത്തെ പൗരന്മാർക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം ഈ പറയുന്ന തുകയ്ക്കുള്ളിൽ വരുമെങ്കിൽ ആ രാജ്യത്തെ വികസിത രാജ്യമായിട്ട് കാണാമെന്നാണ്. എന്നാൽ പൊതുവിൽ ഒരു വികസിത രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് $25,000 മുതൽ $30,000 വരെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 20 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം, ശരാശരി വാർഷിക വരുമാനം ഒരു രാജ്യത്തെ പൗരന്മാർക്കുണ്ടെങ്കിൽ ആ രാജ്യം വികസിത രാജ്യമാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മാനദണ്ഡം. ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യയെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ആളോഹരി വരുമാനം എത്രയാണ്? 2022 വേൾഡ് ബാങ്ക് കണക്കനുസരിച്ച് ഇന്ത്യയുടെ ആളോഹരി വരുമാനം $2,410 ആണ്. $12,000 വികസിത രാജ്യത്തിൻ്റെ മാനദണ്ഡമായിട്ട് നമ്മൾ എടുത്താൽ പോലും ഇന്ത്യ അവിടെ എത്തണമെങ്കിൽ എത്ര നാളെടുക്കും എന്നതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് $2,410 ശ്രീ നരേന്ദ്രമോദി 8 കൊല്ലം ഭരിച്ച്, അതായത് 2014 മുതൽ 2022 വരെ അദ്ദേഹം ഭരിച്ചപ്പോൾ നമ്മുടെ ആളോഹരി വരുമാനം $2,410 ആണെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു എന്നുകൂടി നമ്മൾ നോക്കണം. 8 കൊല്ലം നമ്മൾ കണക്കെടുക്കുമ്പോൾ, അതായത് 2014 തൊട്ട് 2022 വരെയും അതുപോലെ 2006 തൊട്ട് 2014 വരെയുമുള്ള കണക്ക് നോക്കുമ്പോൾ 2006 ഇന്ത്യയുടെ ആളോഹരി വരുമാനം $802 ആയിരുന്നു.
$802 നിന്നും 2014 ആയപ്പോൾ $1560 ആ $1560 നിന്നാണ് 2022 $2410 മാറിയത്. 2006 നിന്നും 2014 $1560 വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 95%. അതായത് 8 വർഷം കൊണ്ട് 95% വളർച്ചയാണ് ആളോഹരി വരുമാനത്തിൽ ഇന്ത്യ ആ സമയത്ത് നേടിയത്. എന്നാൽ ശ്രീ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ 1560 നിന്നും 2410 എത്തുമ്പോൾ അവിടെ വളർച്ച 8 കൊല്ലം കൊണ്ട് 54% മാത്രമാണ്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന വളർച്ചാ നിരക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രീ നരേന്ദ്രമോദിക്ക് സാധിക്കാതെ പോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണ്, ശ്രീ നരേന്ദ്രമോദിക്ക് പകരം ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെ ആയിരുന്നു അധികാരത്തിൽ ഇരുന്നിരുന്നത് എങ്കിൽ അവർക്ക് ആ 95% വളർച്ച മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ ആളോഹരി വരുമാനം ഏതാണ്ട് 3000-ന് മുകളിൽ പോകുമായിരുന്നു. എന്നാൽ ശ്രീ നരേന്ദ്രമോദി അല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഒരു അനുമാനം വെച്ച് ഇപ്പോൾ ഇന്ത്യയുടെ ആളോഹരി വരുമാനം $4000 മുകളിൽ പോകുമായിരുന്നു. കാരണം ഇടയ്ക്ക് വന്ന നോട്ട് നിരോധനം നമ്മുടെ രാജ്യത്തെ വളരെ ഗണ്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ താഴേക്കടിച്ച വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് നോട്ട് നിരോധനം. അതുകൂടാതെ ശ്രീ നരേന്ദ്രമോദിയുടെ ഈ കണക്ക് നമ്മൾ നോക്കുമ്പോൾ അതിന് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പില്ലാതിരുന്ന ഒരു അഡ്വാൻറ്റേജ് ശ്രീ മോദിക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രീ മൻമോഹൻ സിംഗും മറ്റും ഭരിക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇല്ല, GST ഇല്ല. GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ പക്കൽ പലപ്പോഴും പല ഫിഗറുകളും കിട്ടാതെ പോകും. പല കണക്കുകളും സർക്കാരിന് ലഭ്യമാകുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ശ്രീ നരേന്ദ്രമോദിക്ക് നമ്മുടെ രാജ്യത്തെ ഒട്ടുമിക്ക ട്രാൻസാക്ഷൻസും നേരിട്ട് തന്നെ കിട്ടത്തക്ക തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ GDP ഏറെക്കുറെ കൃത്യമായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കണക്കുകളുടെ ഒരു സഹായം കൂടി ഉണ്ടായിട്ടും അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന സർക്കാരിൻ്റെ ആ വളർച്ചാ നിരക്ക് ആളോഹരി വരുമാനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് പച്ചയായ ഒരു പരമാർത്ഥമാണ്. ഇനി നമ്മൾ 2047 ആകുമ്പോൾ വികസിത രാജ്യമാകുമോ? ആകണമെങ്കിൽ നമ്മുടെ വളർച്ച എങ്ങനെയായിരിക്കണം? ഇപ്പോൾ നമുക്ക് $2410 ആളോഹരി വരുമാനം. ചില ആൾക്കാർ പറയും അത് ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലായതുകൊണ്ടാണ്. ജനസംഖ്യ കുറവായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആളോഹരി വരുമാനം കൂടുമായിരുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരോട് പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ യാതൊരു സ്കോപ്പുമില്ല. കാരണം നമ്മുടെ ഒരു അയൽരാജ്യമുണ്ട്, ചൈന എന്നാണ് പേര്. ഇന്ത്യയേക്കാൾ കൂടുതൽ ജനസംഖ്യ അവിടെ ഉണ്ട്. അവിടെ ആളോഹരി വരുമാനം $12,720 എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനത്തിൻ്റെ ഏതാണ്ട് 6 ഇരട്ടി. ചൈനയ്ക്ക് എങ്ങനെ അത് സാധിച്ചു? $12,720 ആളോഹരി വരുമാനം ഉണ്ടായിട്ടും ചൈന വികസിത രാജ്യമല്ല. ചൈന ഇപ്പോഴും വികസ്വര രാജ്യമാണ്. നമ്മൾ ചൈനയുടെ നിലവാരത്തിൽ എത്തണമെങ്കിൽ ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ കീഴിൽ ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന വളർച്ചാ നിരക്കുമായിട്ട് നമ്മൾ അടുത്ത 10-20 കൊല്ലത്തെ വളർച്ചയൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചൈനയുടെ 7 ഏലത്ത് പോലും എത്തില്ലെന്ന് മാത്രമല്ല, നമ്മൾ അവരുടെ നിലവാരത്തിൽ എത്തണമെങ്കിൽ കുറഞ്ഞത് 2147 ആകും. 2147 ആയാൽ മാത്രമേ നമ്മൾ ഇപ്പോൾ ചൈന നിൽക്കുന്ന ആ നിലയിലെത്തുകയുള്ളൂ. ആ നിലയിലെത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ 2147 അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ അന്ന് ഒരു വികസിത രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം ഇപ്പോൾ വെച്ചിരിക്കുന്ന 30,000-ഓ 25,000-ഓ അല്ലെങ്കിൽ 12,000-ഓ ഒന്നും ആയിരിക്കില്ല. അതൊക്കെ മാറ്റി പുനർനിർണയിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരിക്കലും നടക്കാൻ പോകാത്ത ഒരു കാര്യം, അതായത് 2047 തലകുത്തി നിന്നാൽ പോലും നടക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ശ്രീ നരേന്ദ്രമോദി നമ്മളോട് പറയുന്നത്. അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന വളർച്ചയെങ്കിലും അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, അതായത് കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ 2006 മുതൽ 2014 വരെയുള്ള GDP-യിലെ വർധനമെന്ന് പറയുന്നത് 95% അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അത് 55% കുറയുകയാണ് ചെയ്തത്. അദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത, ഇന്ത്യയുടെ വളർച്ച ശ്രീ നരേന്ദ്രമോദിയുടെ കൈകളിലാണ് ഇനിയും അങ്ങോട്ട് തുടരുന്നതെങ്കിൽ ഇന്ത്യക്ക് ചൈനയുടെ നിലവാരത്തിൽ എത്തണമെങ്കിൽ പോലും കുറഞ്ഞത് ഒരു 100 വർഷമെടുക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നടക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത മോഹന വാഗ്ദാനങ്ങൾ നൽകി
ഇന്ത്യ വികസിത രാജ്യമാണെന്നും ഇന്ത്യ വികസിച്ച് കഴിഞ്ഞു എന്നും ഒക്കെ പറഞ്ഞ് തൻ്റെ ഭക്തന്മാരെ വെറുതെ മോഹിപ്പിച്ചും സന്തോഷിപ്പിച്ചും നിർത്തി അവരെ നിരന്തര വിഡ്ഢികളാക്കി ഇങ്ങനെ അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം വികസിതമാകണം, വളരണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പരമാർത്ഥം മനസ്സിലാക്കുകയും എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കി നമ്മൾ പെരുമാറുകയും വേണം. നമ്മുടെ ഇന്ത്യ ഇപ്പോഴും ഒരു ദരിദ്ര രാജ്യം തന്നെയാണ്. പത്രങ്ങളിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ഗീർവാണങ്ങൾ അല്ലാതെ യാഥാർത്ഥ്യം നിങ്ങൾ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഞെട്ടിപ്പോകും. നമ്മൾ എങ്ങും തന്നെ എത്തിയിട്ടില്ല. നമ്മളെക്കാൾ 6 മടങ്ങ് കൂടുതലാണ് ഒരു ചൈനക്കാരൻ്റെ പ്രതിവർഷ വരുമാനം. നമ്മൾ എന്ന് ചൈനയ്ക്കൊപ്പമെങ്കിലും എത്തും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെയാണ് അതും കഴിഞ്ഞാണ് വികസിത രാജ്യം എന്ന് പറയുന്ന കടമ്പ കിടക്കുന്നത്. താങ്ക് യു.